പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ രാവിലെ പള്ളിയിൽ പോയി പരിശുദ്ധ ബലി അർപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഒരു പിതാവിൻ്റെ ആശീർവാദവും കിട്ടിയ പിതാവാണ് ഇന്ന് അവിടെ ബലി അർപ്പിച്ചത്. അപ്പം അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചില ചിന്തകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി. ആ ചിന്ത ഇതാണ്: വിശ്വാസികളായ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കഴുത്തിൽ ഒരു കൊന്ത, ഒരു കുരിശ്, അതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാം കഴുത്തലുണ്ട്. കന്യാസ്ത്രീകളുടെ നെഞ്ചത്തൊരു കുരിശുണ്ട്. ആ കുരിശൊക്കെ ധരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ ജീവിതം? ഈ കുരിശ് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കുരിശുമിട്ടുകൊണ്ട് നടക്കുമ്പോൾ കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ടും ഇയാളൊരു വിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് മനസ്സിലാവും. പക്ഷേ ഈ കഴുത്തിൽ കിടക്കുന്ന കുരിശ് ആരുടെ കഴുത്തിൽ കിടക്കുന്നോ ആ ആളിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ഒന്ന് തിരിച്ചറിയുന്നത് എപ്പോഴും നല്ലതാണ്. ഈ പഴയകാല ചില സിനിമയിലൊക്കെ കൊള്ളക്കാരായിട്ട് വരുന്നവരുടെ കഴുത്തിലും കുരിശ് കാണാറുണ്ട്. ഒരു കുരിശുമാലയൊക്കെ ഇട്ടുകൊണ്ട് നിന്നിട്ടാണ് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെയാണോ നമ്മുടെ കുരിശ് നമ്മുടെ കഴുത്തിൽ കിടക്കുന്നത്? ചില പിതാക്കന്മാർ കൊള്ളരുതാഴി കാണിക്കുന്ന ചില പിതാക്കന്മാർ, എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കാൻ വന്ന പാമ്പളാനി പിതാവിൻ്റെ കുരിശ് കള്ളൻ്റെ കഴുത്തിൽ കിടന്ന കുരിശ്, കള്ളൻ്റെ കുരിശാണ്, കള്ളനെ തറച്ച കുരിശാണ്. ഉറപ്പാണ്. സകല കള്ളത്തരങ്ങളും ഉള്ളിൽ വെച്ചുകൊണ്ട് അതിനെ മൂടി വെക്കാൻ പുറത്തൊരു കുരിശ് വിട്ട് ഒരു വൾഗർ ചിരിയും ചിരിച്ചുകൊണ്ട് മനുഷ്യനെ മുഴുവൻ ചിരിച്ച് പറ്റിച്ച് എന്നിട്ട് പറയും മാർപ്പാപ്പ പറഞ്ഞതും പരിശുദ്ധ സഭ അംഗീകരിച്ചതുമായ സിനഡ് കുർബാന ഘട്ടം ഘട്ടമായി മുറിച്ച് കൊന്നുകളഞ്ഞു, എന്നിട്ടിപ്പോൾ ഒളിച്ചോടി പോയിരിക്കുക. ഇത് സഹിക്കുന്ന ഈ പാവപ്പെട്ട ദൈവജനം, ദൈവത്തിൽ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ജനം, അവരുടെ വേദന എത്ര ഭയങ്കരമാണെന്ന് കള്ളന്മാർക്കറിയില്ലല്ലോ. വല്ലവൻ്റെ മുതൽ കട്ടുകൊണ്ട് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന കള്ളൻ ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് ആരെങ്കിലും ഏതെങ്കിലും കള്ളൻ വിചാരിക്കാറുണ്ടോ? അതുപോലെ തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുമ്പോൾ ഇവിടെ ചങ്കുവേദന എടുക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയതയുള്ളൊരു നാടാക്കി, ഒരു രൂപതയാക്കി ഇതിനെ മാറ്റിയ ഈ കൊടിയ തിന്മ ചെയ്ത കള്ളൻ്റെ കുരിശ് ചുമക്കുന്ന പിതാവായിട്ട് മാറി. കൊള്ളാവുന്നവനായിട്ടെന്ന് വിചാരിച്ച സഭയിൽ പുരോഹിതനാക്കിയതും മെത്രാനാക്കിയതും, പക്ഷേ ഉള്ളിലിരുന്നത് മുഴുവൻ കളവും വഞ്ചനയും. കള്ളനോട് ചേരുന്നു എന്ന് പറഞ്ഞ കണക്ക് ഇവിടെ പണം കൊള്ളയടിച്ച ഒരു സംഘത്തോടൊപ്പം ചേർന്ന് പണം കൈക്കലാക്കി, അധികാരം കൈക്കലാക്കി. ഇനിയും കഴിയുമെങ്കിൽ ഞാൻ പറയട്ടെ, ഈ മനുഷ്യൻ റോമിലൊക്കെ പോകുമ്പോൾ പേടിക്കണം. മാർപ്പാപ്പയെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ കസേരയ്ക്ക് വേണ്ടി മാർപ്പാപ്പയെ അട്ടിമറിക്കാൻ വരെ. എന്നിട്ടോ ബോധമില്ലാത്ത ഈ ചാനലുകാർ, ഒന്ന് രണ്ട് കത്തോലിക്ക ചാനലുകളുണ്ട്, അവർ വിളിച്ചിട്ട് പാമ്പളാനി പിതാവിൻ്റെ ആ ജ്ഞാനം വിളമ്പുന്ന കേട്ടാൽ പാവം പിടിച്ച കൊച്ചു പിള്ളേരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കരമായ വ്യാഖ്യാനമാണ്. അയ്യോ, ഇത് കൊടിയ ചതിയാണ്, ദൈവവിശ്വാസം തകർക്കുന്ന പണിയാണ്. കാരണം പാമ്പളാനി പിതാവിൻ്റെ രൂപതയിൽ ഒരു പുരോഹിതൻ പോലും ഇൻലിസ്റ്റായിട്ടുള്ള കുർബാന ചെല്ലുന്നില്ല. പാമ്പളാനി പിതാവ് ചെല്ലുകയില്ല. എന്നാൽ ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഈ കള്ളൻ്റെ കുരിശും ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ പേരെ കളങ്കപ്പെടുത്തുന്ന ഈ കൊടിയ തിന്മ ചെയ്യുന്ന ഈ പിതാവിന് എന്താണ് വരാനിരിക്കുന്നതെന്ന് പറയാൻ നമുക്കറിയില്ല. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഉതപ്പ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കല്ല് കെട്ടി തിരികല്ലല്ല, ശരിക്കും ഒരു മല തന്നെ ഹിമാലയൻ കഴുത്തെ കെട്ടിക്കൊണ്ട് വേണം ചാടാൻ. അപ്പോൾ ചാടാനില്ലെങ്കിൽ ആരെങ്കിലും ഇത് ഉരുട്ടിയിട്ടാലും കുഴപ്പമില്ല. അത്ര കൊടിയ തിന്മ പ്രവർത്തിക്കുന്ന ഈ പൈശാചിക ശക്തിക്ക് കീഴടങ്ങിയ ഈ മനുഷ്യനെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവ് ഇടപെട്ടിരിക്കും, ഉറപ്പ്, 100% ഉറപ്പ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇതൊന്ന് ഷെയർ ചെയ്ത് ആരെങ്കിലും പാമ്പളാനി പിതാവിൻ്റെ അക്കൗണ്ടിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. അദ്ദേഹം ഒന്ന് കാണട്ടെ. എല്ലാ പിതാക്കന്മാർക്കും കൊടുക്കുക.
നാളെ ഞാൻ ഇതിലൊക്കെ സങ്കട സീനായിട്ടൊരു ഒരു 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 അനുഭവം ഞാൻ കേട്ടു. ചങ്ക് പൊളിഞ്ഞു പോയി. നാളെ ഞാനത് പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നത്, തിന്മ കണ്ടാൽ തിന്മയാണെന്ന് പറയത്തില്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല, അവനിൽ ക്രിസ്തുവില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് നമുക്ക് കഴിയുന്നിടത്തോളം കർത്താവിൻ്റെ കുരിശ് ചുമക്കാനും കർത്താവിനോട് ചേർന്ന് നിൽക്കാനും ജീവിത ബലി അർപ്പിക്കുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.